ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എഡിറ്റർ സ്ട്രക്ചറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റർ സ്ട്രക്ചർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ കീബോർഡ് വഴി ടൈപ്പ് ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സിനെല്ലാം ഒരു ടെക്സ്റ്റ് എഡിറ്ററിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഒരു ബേസിക് ആയിട്ട് നമ്മളൊരു എഡിറ്റർ എടുക്കുന്നു, ആ എഡിറ്ററിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ആ ടൈപ്പ് ചെയ്യുന്നത് ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കാം, ഒരു ഫയലായിരിക്കാം, ഒരു പിക്ചർ ആയിരിക്കാം, എങ്ങനെയായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനത്തെ ആ ഒരു ഡോക്യുമെൻറ്റിനെ നമ്മളൊരു വ്യൂ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ ആക്കുന്നത്, ഡിസ്പ്ലേയിൽ വരുത്തുന്ന ഔട്ട്പുട്ട് ഡിവൈസിൽ വരുത്തുന്നതിന് മുന്നേ ഉള്ള അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു എഡിറ്റർ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ എഡിറ്റർ എന്നാണ് വിളിക്കുന്നത്. ആ ഒരു എഡിറ്ററിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനീ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. ആ ഇൻപുട്ടിനെ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് കമാൻഡ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിലേക്കാണ്. ഓക്കെ, ഈ കമാൻഡ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ഇൻപുട്ടിൽ എന്തൊക്കെയാണോ ഉണ്ടായിരിക്കുക, സെമാൻറ്റിക്കലി അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ടോക്കണൈസ് ചെയ്യുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിനെല്ലാം സ്ട്രക്ചർ ആയിട്ട് എടുക്കുന്ന, സ്ട്രക്ചറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന, അപ്പം അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളും. ആൻഡ് ഓൾസോ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് റുട്ടീനുകൾ വിളിക്കുന്നത്. ഓക്കെ, റുട്ടീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിന് ചെയ്യാൻ പറ്റും. എഡിറ്റിംഗ് കമ്പോണൻ്റ് ഉണ്ട്, ട്രാവലിംഗ് കമ്പോണൻ്റ് ഉണ്ട്, വ്യൂവിംഗ് കമ്പോണൻ്റ് ഉണ്ട്, ഡിസ്പ്ലേ കമ്പോണൻ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയും കമ്പോണൻസുകൾ അല്ലെങ്കിൽ ഇത്രയും റുട്ടീനുകളെല്ലാം വിളിക്കുന്നത് നമ്മളുടെ ഈ കമാൻഡ് ലാംഗ്വേജ് പ്രോസസ്സറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുത്തത്, നമ്മൾ ഇൻപുട്ട് ഉള്ളത് ഇപ്പം ഇവിടെയാണ്. എന്നിട്ട് ആ ഒരു ഇൻപുട്ട് ലാംഗ്വേജിനെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ എന്തെല്ലാം റുട്ടീൻസ് കോൾ ചെയ്താലാണ് ആ ഒരു ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം ആരൊക്കെയാണ് വിളിക്കുന്നത്? എഡിറ്റിംഗ് കമ്പോണൻ്റ് ഉണ്ട്, ട്രാവലിംഗ് കമ്പോണൻ്റ് ഉണ്ട്, വ്യൂവിംഗ് ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്. എഡിറ്റിംഗ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു ഡോക്യുമെൻറ്റിനെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഡിറ്റർ പോയിൻ്റർ ഉണ്ടായിരിക്കും. ആ എഡിറ്റർ പോയിൻ്റർ നമ്മൾ ആ ഡോക്യുമെൻറ്റിൽ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത്ര സ്ഥലമാണ്, അല്ലെങ്കിൽ ഇത്ര മുതൽ ഇത്ര വരെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എഡിറ്റിംഗ് കമ്പോണൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാവലിംഗ് കമ്പോണൻ്റ് എന്താണ് ചെയ്യുന്നത്, ആ ഒരു അതായത് ആ ഒരു ഡോക്യുമെൻറ്റിൽ ത്രൂ ഔട്ട് ട്രാവൽ ചെയ്യുകയാണ് അവിടെ. എന്നിട്ട് ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് എവിടെയാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ പോയിൻ്റർ കൊണ്ടേ സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ട്രാവലിംഗ് കമ്പോണൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ആ ഒരു ഡോക്യുമെൻറ്റ് ഓൾ ത്രൂ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് എന്തിനെ കണ്ടുപിടിക്കാനാണ്? ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എവിടെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാവലിംഗ് കമ്പോണൻറ്റ് എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ നമ്മളുടെ കമാൻഡ് ലാംഗ്വേജ് പ്രോസസ്സർ വിളിക്കുന്നത്. വ്യൂവിംഗ് കമ്പോണൻ്റ് എന്താണ്? നമുക്ക് വ്യൂ ചെയ്യേണ്ട ആ ഒരു പാർട്ടിന്, ഓക്കെ, എവിടെ മുതൽ അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് വ്യൂ ചെയ്യേണ്ടത്, അപ്പോൾ അവിടെയും ഒരു പോയിൻ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആണ് നമ്മൾ വ്യൂവിംഗ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഡിസ്പ്ലേ കമ്പോണൻറ്റ് മീൻസ് വ്യൂ ചെയ്യപ്പെടുന്ന അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് 4 ബേസിക് ആയിട്ടുള്ള റുട്ടീനുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, എഡിറ്റിംഗ് കമ്പോണൻറ്റിൽ നമുക്കൊരു ഡോക്യുമെൻ്റ് കിട്ടിയ ആ ഡോക്യുമെൻറ്റിന് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വരുന്നതിനെ റിമൂവ് ചെയ്യാനോ, കോണ്ടിഗ്യസ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എഡിറ്റിംഗ് കമ്പോണൻറ്റ് ആരെ വിളിക്കും? എഡിറ്റിംഗ് ബഫറിനെ വിളിക്കും. ഓക്കെ, എഡിറ്റിംഗ് ബഫറിനെ കോൾ ചെയ്യും. എഡിറ്റിംഗ് ബഫർ അല്ല, എഡിറ്റിംഗ് ഫിൽറ്ററിനെ കോൾ ചെയ്യും. എഡിറ്റിംഗ് ഫിൽറ്റർ എന്ത് ചെയ്യും? ആ ഡോക്യുമെൻറ്റിൽ നിന്ന് ഈ വക കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് അതിനെ ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യും? ആ ഫയലിനെ നമ്മൾ എഡിറ്റിംഗ് ബഫർ എന്ന് പറയുന്ന ആ ബഫറിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് ഉണ്ടാവുന്നത് എഡിറ്റിംഗ് ബഫറിലാണ്. ഓക്കെ, എഡിറ്റിംഗ് ബഫറിലാണ് ഇപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നത്. എന്നിട്ട് ആ എഡിറ്റിംഗ് ബഫറാണ് നമ്മൾ അതിനെ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ആ ഒരു ലൈൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി മുകളിലാണ് കേട്ടോ, അത് കുറച്ച് അങ്ങോട്ടാക്കിയിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് ബഫറിലാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് കിടക്കുന്നത്. അതേപോലെ ട്രാവലിംഗ് കമ്പോണൻറ്റ് നമ്മൾ പറഞ്ഞു, എവിടെയാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു പോയിൻ്റർ സെറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ആ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം എഡിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ എന്താവും, എഡിറ്റിംഗ് ഫിൽറ്ററിനെയും കൂടി നമ്മൾ അവിടെ വിളിക്കും അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കാണും, ആ ഒരു അത്രയും ഏരിയകളിലുള്ള അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിൽറ്ററിനെ കോൾ ചെയ്യുന്നുണ്ട് ട്രാവലിംഗ് കമ്പോണൻറ്റും. അതേപോലെ തന്നെ ട്രാവലിംഗ് കമ്പോണൻറ്റ് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യപ്പെട്ടുള്ള വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂവിംഗ് ബഫറിനെ വിളിക്കുന്നുണ്ട്. വ്യൂവിംഗ് ബഫർ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ പോയിൻ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ വ്യൂവിംഗ് ബഫറിനെ
വ്യൂവിങ്ങിന് വേണ്ടിയിട്ട് ഫിൽട്ടർ ചെയ്യണം. ഓക്കെ, ഫിൽട്ടർ ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ വ്യൂവിംഗ് ബഫറിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ വ്യൂവിംഗ് കമ്പോണൻറ്റ് വിളിക്കുന്നത് ആരെയാണ് വിളിക്കുന്നത്? വ്യൂവിംഗ് ഫിൽട്ടറിനെ. വ്യൂവിംഗ് ഫിൽട്ടർ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്തതിന് ശേഷം ആ ഒരു ഏത് മുതൽ അല്ലെങ്കിൽ എവിടെ മുതൽ അല്ലെങ്കിൽ എവിടെ വരെയാണ് എന്ന് പറയുന്ന ആ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഫയലിനെ നമ്മളുടെ വ്യൂവിംഗ് ബഫറിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ വ്യൂവിംഗ് ബഫറിലുള്ളതിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക്, ഇവിടെയുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണോ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് ആ ഒരു വ്യൂവിംഗ് ബഫറിലുള്ള ഔട്ട്പുട്ടിനെയാണ്, അല്ലെങ്കിൽ ആ വ്യൂവിംഗ് ബഫറിലുള്ള ഡോക്യുമെൻറ്റിനെയാണ്. അത് നമ്മൾ ഡിസ്പ്ലേ കമ്പോണൻറ്റിലേക്ക് കൊടുക്കുന്നു. ഡിസ്പ്ലേ കമ്പോണൻറ്റ് അത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊണ്ടുപോയിട്ട് ഡിസ്പ്ലേ ആക്കി കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. എന്നിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഡിറ്റർ സ്ട്രക്ചറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഒരു കമാൻഡ് ലാംഗ്വേജും ഇത്രയും റുട്ടീനുകളെ വിളിക്കുന്നതും എഡിറ്റിംഗ് ബഫറും എഡിറ്റിംഗ് ഫിൽട്ടറുകളെല്ലാം നമ്മൾ വിളിക്കുന്ന സമയത്ത് എന്താണ് ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ എന്താണ് അതിന് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ വിർച്വൽ മെമ്മറി കൺസെപ്റ്റുകളൊക്കെ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഒരു ഫയൽ സിസ്റ്റം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയൽ സിസ്റ്റത്തിലുണ്ടായിരിക്കും നമ്മളുടെ ഫയൽ. അതിന് നമുക്ക് ഒരു സെഗ്മെൻറ്റ്സ് ആയിട്ടെല്ലാം കൺവേർട്ട് ചെയ്ത് ഓരോ പേജിങ് റുട്ടീൻസുകൾ വഴിയൊക്കെ വിളിച്ചിട്ട് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആക്കിയിട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ആൻഡ് ഓൾസോ മെയിൻ മെമ്മറിയിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒറ്റ സ്ട്രക്ചറിന് സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഡാറ്റ എന്താണ്, റുട്ടീനുകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫിഗർ വരയ്ക്കാനും ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് വേണം ഇത്രയും കമ്പോണൻറ്റ്. അപ്പോൾ എഡിറ്റിംഗ് കമ്പോണൻറ്റ് എന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ട്രാവലിംഗ് കമ്പോണൻറ്റ് എന്താ ചെയ്യണം എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. എവിടുന്ന് മുതൽ എവിടെ ആരൊക്കെയാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഈ ഒരു എഡിറ്റർ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഫ്രം മൊഡ്യൂൾ 6. ഓക്കെ, അപ്പം ഇത് എന്തായാലും കറക്റ്റായിട്ട് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.